കർത്താവിന്റെ വചനത്തിന്റെ അടുക്കിലേക്ക് പോകുവാൻ നമുക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് ഇന്നലെ മുതൽ ചിന്തിച്ചുകൊണ്ട് വരുന്നത് വർഷത്തിന്റെ ദൈർഘ്യം കഴിഞ്ഞു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ അപകടം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച എഫെസസ് സഭയിൽ 3 വർഷം താൻ ശുശ്രൂഷിച്ച എഫെസസ് സഭയിൽ 3 വർഷത്തെ ശുശ്രൂഷയും 7 വർഷത്തെ പൗലോസിന്റെ ആബ്സെൻസൂടെ കഴിഞ്ഞപ്പോ ഏകദേശം 10 വർഷമെങ്കിലും കുറഞ്ഞതായി അവർ വേർപെട്ട ഒരു ദേവാലയത്തിൽ വന്നിട്ട്. എങ്ങനെയാ വന്നത്? ഇന്ന് പല കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാര് സഭകളിൽ ചേരുന്നതായി കണ്ടിട്ടുള്ളത്. വിവാഹം കഴിക്കുവാൻ വേണ്ടി സ്നാനപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് കടഭാരം മാറുവാൻ വേണ്ടി സ്നാനപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എഫെസസിലുള്ളവർ യഥാർത്ഥമായ ഒരു എൻകൗണ്ടർ അവർക്കുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൗലോസിലൂടെയും ദൈവശക്തിയിലൂടെയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അവസരം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 19-ാമത്തെ അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ കണ്ടു. ആത്മനിറവുള്ളവർ, ദൈവത്തിന്റെ വചനം നിർമ്മലമായി പഠിച്ചവർ, അപ്പോസ്തലനായ പൗലോസിനെ പോലൊരു ശുശ്രൂഷകനുള്ളവർ. ഇവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് ഇവരുടെ ഉള്ള ബന്ധത്തിൽ തണുത്തുപോയതായി കാണുന്നത്. ഒന്ന്, അവർക്ക് കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേറ്റു. കാഴ്ചപ്പാടുകൾക്ക് മങ്ങൽ എന്ന് പറയുമ്പോ അവരിൽ തന്നെ ഇപ്പൊ കാണാനൊക്കുന്നുള്ളൂ. ദീർഘവീക്ഷണമില്ല, ദൃഷ്ടി പ്രകാശിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം കണ്ടത്, പക്വതയില്ലാതായിപ്പോയി. 10 വർഷം കഴിഞ്ഞപ്പോ നാച്ചുറലി വളർന്ന് പക്വതയാകേണ്ടവർ, ഞാൻ പറഞ്ഞല്ലോ സ്പിരിച്വൽ ഗ്രോത്ത് നാച്ചുറൽ ഒരു കാര്യമല്ല, അതിനുവേണ്ടി വസിക്കേണ്ട ആവശ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റിമെയിൻ ഇൻ മീ, ഒരു കണ്ടിന്യൂസ് ആസ്പെക്ട് ആണ്, അല്ലാതെ നാച്ചുറലി സംഭവിക്കുന്ന ഒന്നല്ല. ആ റിമൈനിങ്ങിന്റെ ഭാഗമായി പ്രൂണിങ് വരാൻ സാധ്യതയുണ്ട്. റിമൈനിങ്ങിന്റെ ഭാഗമായി മോൾഡിങ്, മെന്ററിങ്, ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ 4-ാമത്തെ അധ്യായം അതിന്റെ 16, 17 ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളുടെ 14-ാമത്തെ വാക്യത്തിൽ, then we will no longer be infants tossed back and forth എന്ന് പറഞ്ഞാൽ അസ്ഥിരരാകുകയും വിലപിടിപ്പുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കാതിരിക്കുകയും, അങ്ങനെ ഒരു അവസ്ഥ. എന്നിട്ട് 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, വർഷം കഴിഞ്ഞു പോയപ്പോ അപക്വമായി, കാഴ്ചപ്പാട് മങ്ങി എന്ന് മാത്രമല്ല, ഒരു ഉറക്കം. എന്തോ ഉറക്കമാ? ആത്മീകമായ ഒരു മന്ദത. എന്ത് കേട്ടാലും, ഏതു പ്രസംഗം കേട്ടാലും, നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ, ഒന്നും തൊടാത്തത് പോലെ ഒരു അനുഭവം. അതാണ് നമ്മൾ 1-ാമത്തെ സെഷനിൽ കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഹൗ ഈസ് പോൾ ട്രീറ്റിംഗ് ദിസ് പ്രോബ്ലം ഓഫ് നിയർ സൈറ്റഡ്നെസ് or immaturity or mortal slumber? How is Paul treating? നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു തണുപ്പൻ അനുഭവം ഒക്കെ മാറ്റുന്നത്, ആദ്യം സ്റ്റേജിൽ പോകുന്ന ആരാണെന്ന് വെച്ചാൽ അവർ പറയും, how many of you are happy today? Lift your hands, clap and praise God. നമ്മൾ അവരെ ഒന്ന് വാം അപ്പ് ചെയ്യാൻ വേണ്ടി ഇതാ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ, think of what God has done to you last week, how can you keep quiet എന്ന് പറയും. പൗലോസ് പറയുന്നത് ഇതൊന്നും അല്ല. പൗലോസ് പറയുന്നത് ലാസ്റ്റ് ആഴ്ച നിന്റെ ജീവിതത്തിൽ എന്തോ നടന്നു എന്നുള്ളതല്ല. ദൈവം ചെയ്തിട്ടുണ്ട്, യാഥാർത്ഥ്യമാ. ചിലപ്പോ ദൈവം ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടും കാണത്തില്ല ലാസ്റ്റ് വീക്കിൽ. അതാണ് അതിന്റെ വേറൊരു യാഥാർത്ഥ്യം. ഇവരുടെ ഈ ഇമ്മച്യൂരിറ്റിയെ ട്രീറ്റ് ചെയ്യുവാൻ വേണ്ടി, ഇവരുടെ എൻലൈറ്റൻമെന്റ് ഇല്ലാത്ത അവസ്ഥയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പൗലോസ് പറയുന്നത് 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ പ്രധാനമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. an amazing verse. എഫേസ്യ ലേഖനം മനസ്സിലാക്കുന്നതിന്റെ ഒരു താക്കോല് പോലുള്ള വാക്യമാണ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 verse 3. അവിടെ ഞാൻ പറഞ്ഞു, ഒരേ റൂട്ട് വേർഡിൽ നിന്ന്, മൂലഭാഷയിൽ യവനായ ഭാഷയിൽ ഒരേ റൂട്ട് വേർഡ് ആണ് 3 പ്രാവശ്യം, 3 times the same word is used. One says adjective, one says noun, one says verb. ഏതാ വാക്ക് എന്ന് ചോദിച്ചാൽ അനുഗ്രഹം, ബ്ലെസ്സഡ് എന്ന വാക്ക്. ഞാൻ പറഞ്ഞു യുലോഗിയ എന്നൊരു പദമാണ് മൂലഭാഷയിൽ, അതിൽ നിന്ന് യുലോജി എന്ന പദം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ
എന്റെ ഒരു പാരഫ്രൈസ്ഡ് വേർഷനിൽ ഞാൻ പറഞ്ഞാൽ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ, ഫസ്റ്റ് അനുഗ്രഹം ആത്മീക അനുഗ്രഹമാണ്. ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന വെർബാണ്, അനുഗ്രഹിച്ചിരിക്കുന്ന. അവിടെ ഏതാ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ കൊടുത്താൽ സ്വർഗത്തിലെ ആത്മീക നന്മകൾ എന്റെ മേൽ പ്രഖ്യാപിച്ച, എന്റെ മേൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ വൈകിട്ട്, ഹി ഹാസ് സ്പോക്കൺ ഓവർ മീ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീക അനുഗ്രഹം അവൻ എന്റെ മേൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്റെ മേൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിച്ച ആളാരാ? അനുഗ്രഹിക്കപ്പെട്ടവൻ. മൂന്നാമത്തെ പദം. പ്രിയ ദൈവമക്കളെ, ഈ കാര്യം, ഈ വാക്യമാണ് പൗലോസ് ഒന്നാമത്, ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് നോട്ട് എ കസ്റ്റമറി സ്റ്റാർട്ട് ഓഫ് എ ലെറ്റർ. യൂഷ്വലി Paul starts with greetings and then there will be a thanksgiving and prayer. ഇവിടെ പ്രാർത്ഥന വരുന്നത് ഒന്നാമത്തെ അധ്യായം അതിന്റെ 17ാമത്തെ വാക്യത്തിലെ പ്രാർത്ഥന വരുന്നുള്ളൂ. സാധാരണഗതിയിൽ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ, കൊരിന്ത് ലേഖനമോ ഫിലിപ്പിയ ലേഖനമോ ഒക്കെ നോക്കിയാൽ, right after greetings you will have a thanksgiving and then you will have prayer. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗലോസ് അവർക്ക് വേണ്ടി നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. This is an unusual letter. ബൈബിൾ ക്വിസിനൊക്കെ തയ്യാറെടുത്തവർ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയായിരിക്കാം. Which is the queen of all epistles? Ephesians is the queen. ലേഖനങ്ങളുടെ റാണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. It has so much of wealth to teach us. ആത്മീക അനുഗ്രഹങ്ങളാൽ, ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചതാ, this is the difference from the old covenant. പഴയ നിയമ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് അതിന്റെ ഭാഗമായി ദൈവം ഒരാടെ കൂടെ ഉണ്ട് എന്നറിയുന്നത് അവന്റെ സാമ്പത്തിക വെൽത്ത് കണ്ടോണ്ടാ. അബ്രഹാമിന്റെ വെൽത്ത് കാണുമ്പോൾ, ജേക്കബിന്റെ വെൽത്ത് കാണുമ്പോൾ, പീപ്പിൾ ഓഫ് ഇസ്രായേലിന്റെ ഹെൽത്തും വെൽത്തും കാണുമ്പോൾ ലോകത്തിനറിയാം ഗോഡ് ഈസ് വിത്ത് ദം. അതാ ദൈവം പ്രോമിസ് ചെയ്തത്. പക്ഷെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പൗലോസിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഹി ഈസ് ഇൻ പ്രിസൺ നൗ. അവിടെ കിടന്നുകൊണ്ടാ പറയുന്നത്, അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്റെ മേലൊരു അനുഗ്രഹം, എന്റെ മേലൊരു ഗുഡ് കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താ ഗുഡ് കാര്യം ചോദിച്ചാൽ 4ാമത്തെ വാക്യം മുതലാണ് ഇന്ന് രാവിലെ ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എന്താ നമ്മളെ ആത്മീക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നമ്മുടെ മേൽ പറഞ്ഞു വെച്ച, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടി, ഇന്നത്തെ ഒരു കോമൺ ട്രെൻഡാണ്, എസ്പെഷ്യലി ടെലിവിഷൻ പ്രീച്ചേഴ്സ് ഒക്കെ വന്ന് പറയുന്നത്, ഐ പ്രൊഫസൈ ഓവർ യു, ഐ സ്പീക്ക് ഓവർ യു. മനുഷ്യർ പറയുന്ന കേൾക്കാൻ നല്ല നല്ല രസമാണ്. മനുഷ്യർ ഈ സ്പീക്ക് ഓവർ യു, പ്രൊഫസൈ ഓവർ യു എന്ന് പറയുമ്പോൾ ഒരു 80% ടൈം ഇറ്റ് ഈസ് സം മെറ്റീരിയൽ തിങ്സ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി വിൽ ഗെറ്റ്. കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും തുരുമ്പരിക്കുന്നതുമായ വാടിപ്പോകുന്ന ഏതോ നന്മയെ കുറിച്ചാണ് ഐ സ്പീക്ക് ഓവർ യു, ഐ പ്രൊഫസൈ ഓവർ യു എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി ഇടിമിപ്പിക്കുകയും നമ്മളിൽ തന്നെ നോക്കിപ്പിക്കുന്ന കാര്യം ഈ പറയുന്നത്. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നു, ഐ സ്പീക്ക് ഓവർ യു സ്പിരിച്വൽ ബ്ലെസ്സിങ്. ആ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്താ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് ചോദിച്ചാൽ, നമ്പർ 1, ഒന്നാമത്തെ സ്പിരിച്വൽ ബ്ലെസ്സിങ് 4ാമത്തെ വാക്യത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിക്കാൻ പോവുക. ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ധ്യാനം തുടങ്ങുകയായി. 4ാമത്തെ വാക്യം, നാം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളായ എഫെസസിൽ ഉള്ളവരോട് പറയുക, നിങ്ങൾ യു ഹാവ് ടു വേക്ക് അപ്പ്. കാരണം നാം അവന്റെ സന്നിധിയിൽ, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. We are chosen not to sleep. We are chosen not to have a narrow vision. We are chosen for a divine purpose. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ മിഡ്-ഇയർ ഉപവാസ പ്രാർത്ഥനയിൽ God doesn't want you to be settled for something less than what God is expecting of you. എന്റെ മേലുള്ള ദൈവവിളിയുടെ താഴെ ജീവിക്കാൻ, I have everything, I will go on like this, I will attend every week, I'll fast once, ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയല്ല. Let us push ourselves. Let's raise our bar because God's call
on our lives will not make us slumber or sleep or narrow vision. എന്താ വിളിയെന്ന് ചോദിച്ചാൽ, അവൻ വിളിച്ചിരിക്കുന്നത് പറയുന്നത് ഈ വാസ്തവത്തിൽ ആ 4th വേഴ്സിന്റെ റിച്ചസ് വേണ്ടി 4ാമത്തെ വാക്യത്തിൽ പറയുന്ന അതേ കാര്യം പോൾ ഈസ് യൂസിങ് other 2 words. 4ാമത്തെ വാക്യത്തിൽ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, അവൻ വിളിച്ചിരിക്കുന്നു. വിളിയുടെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. ഈ 2 കാര്യമാണ് 4ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈ 2 കാര്യങ്ങൾക്കും, വിളിക്കും വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് 2 വേറെ പദങ്ങൾ ഉപയോഗിച്ച് 5ാം വാക്യത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ Paul wants this message, Paul wants this idea to be going across to them at any cost. ഒരേ കാര്യം തന്നെ നമ്മളും ചിലപ്പോൾ റെഗുലർ കോൺവെർസേഷനിൽ പറയത്തില്ലേ, പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി to drive the point we may use another word. Paul is doing exactly the same thing. നോക്കിയേ 5ാമത്തെ വാക്യത്തിൽ തെരഞ്ഞെടുത്തു എന്നതിന് പകരം 5ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ, അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുത്ത്. ആ 5ഉം 6ഉം കൂടെ നോക്കണം. ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പോവുക. 4ാമത്തെ വാക്യത്തിൽ കാണുന്നത് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ് 4ഉം 5ലും കാണുന്നത്. 6ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേറൊരു പദം കൊടുക്കുന്നു. നോക്കി 6ാമത്തെ വാക്യം അതിന്റെ 2ാമത്തെ ഭാഗം, നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഹി പ്രീഡെസ്റ്റിൻഡ് us. എന്താ അതിന് സമമായ വാക്ക്? ഹി ഹാസ് ചോസൺ us. ആ 4ലും 5ലും ചോസൺ എന്ന് പറയുന്ന വാക്കിന് ഹി ഈസ് യൂസിങ് അനദർ വേർഡ്. വി ആർ പ്രീഡെസ്റ്റിൻഡ് എന്ന് പറയുന്നു. പ്രീഡെസ്റ്റിൻഡ് എന്നുള്ള വാക്ക് പിന്നെയും കാണുന്നു. 11ാമത്തെ വാക്യത്തിലും നമ്മൾ ഇതേ വാക്ക് തന്നെ പിന്നെയും കാണുന്നു. ഹി ഹാസ് പ്രീഡെസ്റ്റിൻഡ്, മുൻ നിയമിക്കപ്പെട്ടത് എന്നൊരു വാക്ക് കാണുന്നു. ചോസൺ, പ്രീഡെസ്റ്റിൻഡ്. വിശുദ്ധരും നിഷ്കളങ്കരും എന്നതിന് ഏത് വാക്കാ നമ്മൾ കാണുന്നത്? 6ാമത്തെ വാക്യത്തിൽ നമ്മെ ദത്തെടുത്തു എന്ന് കാണുന്നു. വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് 4ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇതിന് സമമായ ഒരു വാക്ക് നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. വിളിച്ചവർ എന്ന് 4ലും 5ലും കാണുന്നു. അതിന് സമമായി ഈ വിളിയെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ മുൻ നിയമിച്ചു എന്ന് കാണുന്നു. ഇതൊരു ഏലിയൻ കോൺസെപ്റ്റായി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ വിളിയും പ്രീഡെസ്റ്റിൻഡും വിശുദ്ധിയും അഡോപ്ഷനും ഇതൊക്കെ എങ്ങനെയാ ഒരുമിച്ച് പോകുന്നത്? ഐ വിൽ ജസ്റ്റ് ഷോ യു 1 വേഴ്സ്. ഇത് ഒരേ പദം ഒരുമിച്ച് വരുന്നത് റോമാലേഖനം 8ാമത്തെ അധ്യായം അതിന്റെ 30ാമത്തെ വാക്യം നോക്കിയാൽ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 30ൽ കാണുന്നത്, ആൻഡ് ദോസ് ഹി പ്രീഡെസ്റ്റിൻഡ് ഹി ഓൾസോ കോൾഡ്. അപ്പൊ ക്ലിയർ ആയല്ലോ, മുൻ നിയമിച്ചവരെയാണ് വിളിച്ചത്. ഇതൊക്കെ വലിയ, ഇത് പറഞ്ഞാൽ ഉണർവ് വരുമോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഉണർവ് വരണമെങ്കിൽ this is what you are going to get, this is what next month it is going to happen, your prayers are going to be answered. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു സോളിഷ്, ഒരു ഇമോഷണൽ സ്റ്റിയറിംഗ് അപ്പ് ചെയ്യുമ്പോൾ നിലനിൽക്കുന്നതായ ഒരു കാര്യം പൗലോസ് പറയുക. എന്തെന്ന് ചോദിച്ചാൽ അവൻ നിങ്ങളെ മുൻ നിയമിച്ചിരുന്നു, ആ മുൻ നിയമിച്ചവരെ വിളിച്ചു എന്ന് റോമാലേഖനം 8ാമത്തെ അധ്യായം 30ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിന് സമമായിട്ടുള്ള കാര്യം എഫേഷ്യൻസിൽ പറയുന്നു, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു വിശുദ്ധിക്ക് വേണ്ടി. ഞാൻ ആ വിളിയുടെ കാര്യം നമ്മൾ ആ വിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോ വിളിച്ചു, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് സ്നാനപ്പെടുവാൻ ദൈവം കൃപ നൽകി. കർത്താവിന്റെ ആ വിളിയെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യുന്നു ഞാൻ. എന്തൊരു ഭയങ്കര അന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 15 വർഷം മുമ്പ് ഒരു കൺവെൻഷൻ ഇരുന്നപ്പോ ദൈവം എന്നെ വിളിച്ചു, ഞാൻ ഫ്രണ്ടിലേക്ക് പോയി സമർപ്പിച്ചു. നമ്മുടെ ടെസ്റ്റിമണീസ് അതൊക്കെയായി നിൽക്കുമ്പോ എഫേഷ്യൻ ആൾക്കാർ ഇത് കേൾക്കുമ്പോ അവർക്ക് എന്തോ പറ്റുമെന്നറിയാം. അവൻ നിങ്ങളെ വിളിച്ചു എന്ന് പറയുമ്പോ അവരെ അവരുടെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ പോവുക. യെസ് വി റിമെമ്പർ ദാറ്റ് ഡേ, യെസ് വി റിമെമ്പർ ദാറ്റ് ഡേ. ആ പൗലോസ് ആദ്യം വന്ന ദിവസം മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഈ വിളിയെ കുറിച്ച് പറയാൻ ഒരു കാര്യമുണ്ട്. അവിടെ എനിക്ക് നിങ്ങളെ കാണിക്കണമെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് യു ടു ആക്ട്സ്.
അപ്പോസ്തല പ്രവൃത്തി നടന്ന ഒരു സംഭവം എനിക്ക് നിങ്ങളെ കാണിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ Paul ran into a big trouble in chapter 21. അപ്പോസ്തല പ്രവൃത്തി 21-ാമത്തെ അധ്യായം. I want you to turn for a minute. 21-ന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ NIV ബൈബിളിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ Paul arrested. Paul ran into trouble in Jerusalem. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാ ഇന്ന് പലരും ട്രബിളിലാകുക? Why they are finding themselves in trouble? Because of what they said. എന്തോ ചിന്തിക്കാതെ പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പൈസ മോഷ്ടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ സംതിങ് they have done. പൗലോസ് എന്താണെന്നറിയാമോ ട്രബിളിലായത്? So much so that he was persecuted, he was arrested. Why? ഒരു കാര്യമുണ്ട് ഇവിടെ, നോക്കിക്കേ. Verse 28 നോക്കിക്കേ. അവിടുത്തെ ഫെലോ ജൂയിഷ് ആൾക്കാരൊക്കെയും ജെറുസലേമിലെ ആൾക്കാർ വേഴ്സ് 28-ൽ ഷൗട്ടിങ്, ഫെലോ ഇസ്രായേൽസ് ഹെൽപ്പ് us, this is the man. അവിടുത്തെ പൗലോസിനെതിരെ ആക്രമിക്കാൻ വരുന്നവർ പറയാ പൗലോസിനെ നോക്കി, this is the man who teaches everyone everywhere against our people and our law and this place. ടെമ്പിളിനെ കുറിച്ചും യഹൂദ ജനത്തെ കുറിച്ചും നമ്മുടെ ദൈവത്തെ കുറിച്ചും എല്ലാം വളരെ ലാഘവത്തോടെ വേറെ ഉപദേശം ചെയ്യുന്നവനായി ഇവൻ. പൗലോസിനെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുക അവർ. എന്നിട്ട് അവർ പറയുന്നത്, ആൻഡ് ബിസൈഡ്സ്, ഇവന്റെ ഈ ഉപദേശം മാത്രമല്ല, ബിസൈഡ്സ് he has brought Greeks into the temple and defiled this holy place. യവനന്മാര്, ജാതികള് യെരുശലേം ദേവാലയത്തിലേക്ക് വന്നാൽ, ജെന്റൈൽ കോർട്ട് അല്ലാതെ അകത്തേക്ക് വന്നാൽ എന്താണെന്നറിയാമോ അതിനെ വിളിക്കുന്നത്? ഡിഫൈൽഡ്. ഒരു ലെപ്പർ കുഷ്ഠരോഗി ഒരാളെ തൊടുമ്പോ ദി അതർ പേഴ്സൺ ഇസ് ഡിഫൈൽഡ്, ഹി ഈസ് മെയ്ഡ് അൺക്ലീൻ എന്ന് പറയുന്നത് പോലെ പൗലോസിനെതിരെ ചാർജ് പറയുക. പൗലോസ് പ്രസംഗിക്കുന്നത്, it is not according to our tradition, it is not according to what we know from scriptures. He is saying different things. He is saying that we are saved not by works of the law but by faith in Jesus. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ he has done something. He has taken Greeks into the temple. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാം? വേഴ്സ് 29, they had previously seen. നിങ്ങൾ ആ വാക്യം നോക്കി, ചാപ്റ്റർ 20 വേഴ്സ് 29. they had previously, ആരായി they? പൗലോസിനെ ഉപദ്രവിക്കുന്നവർ പറയാ, ഞങ്ങൾ കണ്ടിരുന്നു. they had previously seen Trophimus എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, the Ephesian, in the city with Paul and assumed that Paul had brought him into the temple. ട്രോഫിമസിനെ പൗലോസിന്റെ കൂടെ കണ്ടിരുന്നു. ട്രോഫിമസ് എഫേസസിലെ ആളാണ്. ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ. എടാ, നീ ജെറുസലേം ടെമ്പിളിൽ കയറിയ, ഈ എഫേസ്യ ജാതികനെ കൊണ്ട് നീ ടെമ്പിളിൽ കയറിയ, ആ ടെമ്പിൾ അശുദ്ധമാക്കുമെന്ന് പറഞ്ഞ്, അശുദ്ധമായെന്ന് പറഞ്ഞ് പൗലോസിനെ ഉപദ്രവിച്ചവരാ. ട്രോഫിമസിന് എന്തോ തോന്നിക്കാണും. അപ്പം എനിക്ക് I want to imagine here, കേട്ടോ. ട്രോഫിമസ് തിരിച്ച് വീട്ടിൽ വന്നപ്പോ പൗലോസിനോട് പറഞ്ഞു കാണും, Paul, I'm really sorry for putting you in trouble. I could have stayed back. I don't want to be seen with you. ട്രോഫിമസ് ആയ ഞാൻ നിന്റെ കൂടി ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. Because it's affecting you. It is affecting you. It is affecting your tradition. You are being persecuted because of me. അവനോടാ പറയുന്നത്, പുറംജാതികനോടാ പറയുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ, 2:12 ഭാഷയെ പറഞ്ഞാൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. 5 കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവർ, ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവർ, ഇങ്ങനെയുള്ള നിങ്ങളെ, യെരുശലേം ദേവാലയത്തിൽ കയറിയാൽ ആ പ്ലേസ് തീണ്ടി പോകുമെന്ന് പഠിപ്പിച്ച നിങ്ങളെ, ലോകം തെരഞ്ഞെടുക്കാത്ത നിങ്ങളെ ക്രിസ്തുവിൽ അവൻ തെരഞ്ഞെടുത്തുവെന്ന് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുമ്പോ അവിടെ ഇരിക്കുന്ന യവനർ, എനിക്ക് തോന്നുന്നില്ല അവരിങ്ങനെ മൗനമായി ഞങ്ങളെ തെരഞ്ഞെടുത്തു, സ്തോത്രം സ്തോത്രം സ്തോത്രം, അങ്ങനല്ല അവര് പറയുന്നത്. ഈ എഴുത്ത് വായിച്ച് കേൾക്കുമ്പോ എന്റെ ഭാവന ഞാൻ പറയാം, Trophimus is going to jump up and down. Yes, the
world may not recognize me, his call upon my life, but I know that God has called me before the creation of the world. God has predestined me. His plan is over my life. എന്നെ കേൾക്കുന്ന പ്രിയ, നിങ്ങളെ ഒരുപക്ഷെ സമൂഹം മനസ്സിലാക്കിയെന്ന് വരത്തില്ല, നിങ്ങളെ ഒരുപക്ഷെങ്കിൽ ആൾക്കാർ അംഗീകരിച്ചു എന്ന് വരത്തില്ല. But I want you to know that his call is on life. He has predestined you. Predestined എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? Decided beforehand. അത്രയുള്ള ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? You know, in theological terms there is a big debate. Two schools are there. If somebody is predestined, then how can they lose salvation? It is not about going to heaven or hell. നമ്മളെ എന്തിനു വേണ്ടത്? We are predestined. ആ കുടുംബത്തിൽ നാലാമത്തെ വാക്യത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ നിഷ്കളങ്കരുമാകേണ്ടതിന് വേണ്ടി അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. ഈ മക്കളെ, നിങ്ങളുടെ മേലുള്ള തെരഞ്ഞെടുപ്പിന്റെ ശ്രേഷ്ഠത നിങ്ങൾ ഈ പകൽ തിരിച്ചറിയണം. കേവലം സ്നാനപ്പെട്ടുവെന്ന് മാത്രമല്ല, കേവലം ബൈലം സ്തോത്രകാഴ്ച കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരികയും എ ഫ്രഷ് വിഷൻ വരികയും വരട്ടെ. He has predestined you. It's decided beforehand. മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ ഉണ്ട്, താല്പര്യമുണ്ട്. ഈ നാലാമത്തെ വാക്യത്തിൽ ആണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്നേ ഉള്ളൂ. ഗലാത്യ ലേഖനം 1:15 വാക്യത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഹാസ് പ്രോഗ്രസ്ഡ്, അണ്ടർസ്റ്റാൻഡിങ് ഹാസ് ഗോട്ട് ഡീപ്പർ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് മാത്രമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു, എന്നെ പ്രീഡെസ്റ്റിൻ ചെയ്തു, എന്റെ വിളിയെ ഉറപ്പിച്ചു ലോകസ്ഥാപനത്തിന് മുമ്പ്. എന്നിട്ട് പറയാ, നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. തെരഞ്ഞെടുക്കുക കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, എല്ലാരും ശ്രദ്ധിച്ചേ. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്നറിയാം? തെരഞ്ഞെടുത്തത് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. ഞാൻ ഇംഗ്ലീഷിലൂടെ അവിടെ വായിക്കാൻ പോയി, കാരണം മലയാളത്തിൽ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം, ദൈവത്തിന് ബോധിച്ചത് കൊണ്ട് എന്നേ നമുക്ക് ആ അർത്ഥം വരത്തുള്ളൂ. എങ്ങനെയാ നമ്മളെ തെരഞ്ഞെടുത്തത്? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. എന്ന് പറഞ്ഞാൽ എന്താ ബ്രദറെ? എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് ബോധിച്ചത് കൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തു. There is something more. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം എന്ന് പറഞ്ഞാൽ, look at the translation in English for a minute. In accordance with 5ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഫ്രേസാ നമ്മുടെ മേലുള്ള തെരഞ്ഞെടുപ്പിനെ പറയുന്നത് in accordance with his pleasure and will. തിരുഹിതത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ തനിക്ക് ബോധിച്ചത് കൊണ്ട് എന്ന് മാത്രമല്ല, that was his pleasure. എന്തോ ഈ പറയുന്നത്? He was rejoicing that Job will be part of his family. ലോക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങളുടെ പേരുകൾ എനിക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങളോട് തന്നെ പറയണം, എന്നെ ദാറ്റ് വാസ് ഹിസ് പ്ലഷർ. ദൈവത്തിന്റെ ഒരു പ്ലഷർ ആയിരുന്നു, ദൈവത്തിന്റെ ഒരു സന്തോഷമായിരുന്നു, ദൈവത്തിന്റെ ഒരു വലിയ ഉത്സവമായിരുന്നു ടു ഹാവ് യു ഇൻ ഹിസ് ഫാമിലി. ഇത് യാദൃശ്ചിക സംഭവിച്ചതല്ല, നിങ്ങൾക്കുള്ള ഭൗതിക യാതൊരു കാര്യവുമല്ല ഞാനിവിടെ പറയുന്നത്. The very fact that you are chosen in the family of God, the very fact that you are predestined to belong to the family of God, അത് in accordance with good pleasure and will എന്ന് പറയുമ്പോ ഈ ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ ആ കുടുംബത്തിലോട്ട് ഏക്കാൻ എന്ന് പറഞ്ഞാൽ ട്രോഫിമസിനെ പോലുള്ളവര്, അപ്പൊ ഞാനൊരു ആഫ്റ്റർ തോട്ട് അല്ലേ. ടെമ്പിളിൽ പോകാൻ വേണ്ടി ഞാൻ കയറിയപ്പോ ടെമ്പിൾ മുഴുവൻ പ്രശ്നമായി, പൗലോസിനെ എല്ലാവരോടും ഉപദ്രവിച്ചു. ആ സമയത്ത് ദൈവം മനസ്സ് മാറ്റിയതല്ലേ? പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം.
You are not an afterthought in God's plan. You are predestined by God before the foundation of this world. അല്ലാതെ പെട്ടെന്ന് ദൈവം പരിപാടി മാറ്റിയതല്ല. ട്രോഫിമസിനെ ടെമ്പിളിൽ കയറ്റാതിരുന്നുകൊണ്ട് എന്നാല് പെട്ടെന്ന് ഒരു കൗൺസിൽ ഹെവനിൽ കൂടി, ലെറ്റ്സ് ചേഞ്ച് അവർ പ്ലാൻസ്, ലെറ്റ്സ് ഹാവ് ജെന്റൈൽസ് ഓൾസോ ഇൻ, ലെറ്റ്സ് ഹാവ് ഗ്രീക്സ് ഓൾസോ ഇൻ. ഇതല്ല പ്ലാൻ. ഇത് ലോക സ്ഥാപനത്തിന് മുമ്പ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലഷർ ആൻഡ് വിൽ, അവന്റെ സന്തോഷത്തിൽ. അടുത്ത പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം. എന്ത് പറഞ്ഞ 5-ാമത്തെ വാക്യം നോക്കി. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന്. വിശുദ്ധരും നിഷ്കളങ്കരും എന്നുള്ളതിന്റെ സിനോനിമായി നിൽക്കുന്ന ഒരു പദമാ ദത്തെടുക്കേണ്ടതിന്. പ്രിയ മക്കളെ, ഇത് ജസ്റ്റ് ബൈ ചാൻസ് അല്ല ഈ 2 വേർഡൂടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളെ എന്ത് ചെയ്തെന്നാ എഴുതിയിരിക്കുന്നത്? നമ്മളെ ദത്തെടുത്തെന്ന്. ആ ദത്തെടുത്തത് എങ്ങനെയാ? ദൈവത്തിന്റെ മനോഭാവം എങ്ങനെയാ ദത്തെടുത്തത്? ഇറ്റ് വാസ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലഷർ. അവൾ വലിയ സന്തോഷം ഉണ്ടായെന്ന് ദത്തെടുക്കാൻ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി, 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് ഇത് എഴുതുമ്പോ ഒരു കൂട്ടം ആളുകളെ ദത്തെടുക്കാൻ തയ്യാറാകത്തുള്ളൂ. ആരാന്നറിയാമോ? നാച്ചുറലി, സ്വാഭാവികമായി മക്കളില്ലാത്തവർ, അവരുടെ ലെഗസി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, അവരുടെ ആ കുടുംബ പാരമ്പര്യം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, when they don't have physical descendants, when they are unable to bear children, ആ സമയത്ത് they are forced to think of adoption. നമ്മുടെ കാലത്തും അധികം വ്യത്യാസമില്ലല്ലോ. ഒരുപാട് നാളുകൾ വെയിറ്റ് ചെയ്ത് ആൻഡ് ഫൈനലി ആൾക്കാരെല്ലാം അഡ്വൈസ് ചെയ്ത്, ഏയ് തിങ്ക് ഓഫ് അഡോപ്റ്റിംഗ്, തിങ്ക് ഓഫ് അഡോപ്റ്റിംഗ്. അപ്പൊ ആ സമയത്ത് പേരൻസ് എന്ന നിലയിൽ ചിലപ്പോ കൺഫ്യൂസ്ഡ് ആവും. ഷുഡ് ഐ ഡു ദാറ്റ്? കാരണം ഇത് എങ്ങനെയുള്ളവരായെന്ന് അറിയത്തില്ല, ഇത് എന്ത് DNA ആയി കുഞ്ഞിലെന്ന് അറിയത്തില്ല, ഇത് എന്ത് സ്വഭാവമായി തീരുമെന്ന് അറിയത്തില്ല, ഇത് പിന്നീട് പ്രയാസമായി തീരുമോ എന്ന് അറിയത്തില്ല. വുഡ് ദിസ് ചൈൽഡ് ലവ് മീ ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. ഇതെല്ലാം ആപ്രിഹെൻഷനോടെ അഡോപ്ഷനിലേക്ക് നടന്ന് നീങ്ങുമ്പോ, വേറെ ഓപ്ഷൻ ഇല്ലാതെ നടന്ന് നീങ്ങുമ്പോ, വേറെ ഓപ്ഷൻ മുമ്പിൽ ഇല്ലാതെ ലാസ്റ്റ് റിസോർട്ടായിട്ട് അഡോപ്ഷൻ ചിന്തിക്കുമ്പോ, ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോടൊരു ദൂത് ഇതിനകത്ത് പറയാനുണ്ട്. God was not compelled to do this. It was out of his pleasure. ദൈവത്തിന്റെ മനസ്സിലെ വലിയ സന്തോഷം നിങ്ങളെ ആ ടീമിൽ കിട്ടാൻ, നിങ്ങളെ ആ ഫാമിലിയിൽ കിട്ടാൻ, ദൈവത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി എന്നെ ദൈവം തെരഞ്ഞെടുത്തു. I cannot express the gratitude that I have in me today. എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന വികാരം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. എന്നെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പ്ലഷറാണെന്നോ, ദൈവത്തിന്റെ മനസ്സിലെ വലിയ സന്തോഷമാണെന്നോ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ വലിയ സ്വപ്നമായിരുന്നെന്നോ, ഞാൻ ദൈവത്തിന്റെ വലിയ പ്ലാനിൽ ഞാൻ ഉണ്ടായിരുന്നെന്നോ. ഐ cannot even comprehend that. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, can you comprehend this? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു, yeah, you are born in a Pentecostal family, that is why I serve God, that is why I took Bible. ആഹാ, അതല്ല കാര്യം. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച എത്രയോ ആളുകൾക്ക് ഈ വിളി തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുമ്പോ, പെന്തക്കോസ്ത് കുടുംബത്തിലെ 4-ാം തലമുറക്കാർക്ക്, 5-ാം തലമുറക്കാർക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടാതിരിക്കുമ്പോ, ഇന്ന് പകൽ ഒരു വേദപുസ്തകവുമായി നിങ്ങളെ ഇരുത്തിയത് അത് നിങ്ങളുടെ പാരമ്പര്യമല്ല, നിങ്ങളുടെ കുടുംബ ശ്രേഷ്ഠതയല്ല. That was his pleasure to have you in his family, and by God's grace you responded to the call of God. ഒരു വലിയ പ്ലഷർ, ദൈവത്തിന് വലിയ സന്തോഷം to have you in his family. ഞാൻ ഓർക്കുകയാ, ആരാണ് പിതാവിന്റെ കുടുംബത്തിലുള്ളത്? ആരുടെ യങ്ങർ ബ്രദേഴ്സ് ആകാനാ നമ്മളെ തെരഞ്ഞെടുക്കുന്നതെന്ന് അറിയാമോ? റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിനും ഹീബ്രൂസ് 2-ലും ഒക്കെ പറയുന്നത്,
റോമലേഖനം 8:28-29 വാക്യത്തിൽ കാണുന്ന വേഴ്സ് 29 in particular, we are called to be conformed to the image of his son Jesus. ആ കുടുംബത്തിലെ നമ്മുടെ എൽഡർ ബ്രദർ ആരാന്നറിയാമോ? ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ആ യേശു ഉള്ള കുടുംബത്തിൽ, ആ യേശു ഉള്ള കുടുംബത്തിൽ ഇനി എന്തിനാ എന്നെ കേറ്റുന്നതെന്ന് ചോദിച്ചാൽ, ദാറ്റ് വാസ് ഹിസ് പ്ലഷർ. ദൈവത്തിന് വലിയ സന്തോഷം. ദൈവത്തിന് ലോക സ്ഥാപനത്തിന് മുതൽ യേശുവിനെ നോക്കി പറയുക, ജീസസ്, യു വിൽ ഹാവ് യങ്ങർ ബ്രദേഴ്സ്, ജോ വിൽ ബി പാർട്ട് ഓഫ് യുവർ ഫാമിലി. അത് തന്നെയല്ലേ എബ്രായ ലേഖനം 12 എഴുതിയിരിക്കുന്നത്. തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ സഹിച്ചു. യേശു എന്തെന്ന് ചോദിച്ചാൽ, മുമ്പിൽ എന്നെ കണ്ടതുകൊണ്ട്, മുമ്പിൽ നിങ്ങളെ കണ്ടതുകൊണ്ട്, ഫാദറിന്റെ പ്ലാന്, പിതാവാൻ ദൈവത്തിന്റെ മനസ്സിലുള്ള പ്ലാനിനെ ഒരു വലിയ പർച്ചേസിലൂടെ റിയലൈസ് ചെയ്യാൻ ഒക്കുന്നത് കൊണ്ട്, ജീസസ് ഹാസ് കം ഡൗൺ ടു പർച്ചേസ് us into the family of God. പിതാവിന്റെ പ്ലാനിനെ ഭൂമിയിൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്തെന്ന് പറഞ്ഞാൽ, സന്തോഷത്തോടെ പിതാവ് എന്നെ തെരഞ്ഞെടുത്തത് സന്തോഷത്തോടെ ഭൂമിയിൽ റിയലൈസ് ചെയ്യാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ ഉള്ളിനെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ ചലനങ്ങളെല്ലാം താൽക്കാലികമാ എന്നുകൂടെ ഞാൻ പറഞ്ഞു ചേർക്കട്ടെ. ഇതിനെക്കാട്ടിൽ വലിയൊരു ഭാഗ്യം ഇനി കിട്ടാനില്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്ത നാൾ, യേശുവിന്റെ ഉള്ളിൽ വന്ന നാൾ, യേശുവിനെ തെരഞ്ഞെടുത്ത നാൾ, അവന്റെ സ്വപ്നമായി ഞാൻ തീർന്ന നാൾ, അവന്റെ സന്തോഷമായി ഞാൻ തീർന്ന നാൾ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വിളിയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, വിളിയും മുൻ നിർണയവും ഒരുമിച്ച് പോകുന്ന പദങ്ങളാ. മുൻ നിയമിച്ചവരെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? സുവിശേഷത്താൽ വിളിച്ചു. സുവിശേഷത്താൽ വിളിച്ചപ്പോൾ പ്രതികരിക്കാനുള്ള വിശ്വാസം പോലും, എഫേസ്യ ലേഖനം 2:8-9 മുതൽ വായിച്ചാൽ മനസ്സിലാവും, വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമായി. ആരോ പറഞ്ഞ പോലെ, the only thing that we brought to God is our sin. That is the only thing that we brought. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് അടുത്തു വന്നപ്പോ നമ്മുടെ കയ്യിൽ ഇരുന്നത് പാപത്തിന്റെ കൂമ്പാരം മാത്രമാ, വേറെ ഒന്നുമില്ല. വിളിച്ചു, തന്റെ പ്ലഷറിൽ വിളിച്ചു. വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമാണത്. വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞാൽ we belong to a new family. Adoption not out of compulsion but out of pleasure. അഡോപ്ഷനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഈ ചോസൻ എന്നുള്ള പദം, നമ്മളെ വിളിച്ചു എന്ന് പറയുന്ന പദം, ഇൻ ലവ് ഹി പ്രീഡെസ്റ്റിൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. 4-ാമത്തെ വാക്യത്തിൽ ചോസൻ us in him before the creation എന്ന് പറഞ്ഞിട്ട് പറയുക. 5-ാമത്തെ വാക്യത്തിൽ in love he predestined. In love, അവൻ സ്നേഹത്തിൽ നമ്മളെ മുൻ നിർണയിച്ചു, മുൻ നിയമിച്ചു. ഇതൊരു ന്യൂ ലാംഗ്വേജ് അല്ല. സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചു എന്ന് പറയുന്നത്, ദിസ് ഇസ് നോട്ട് എ ന്യൂ ലാംഗ്വേജ് ഇൻ ദ ബൈബിൾ. ബൈബിളിനെ പറ്റി ബേസിക് ഐഡിയ ഉള്ളവർക്ക് തന്നെ ഇമ്മീഡിയറ്റ്ലി എ വേഴ്സ് വിൽ പോപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഏത് വാക്യമാണെന്ന് അറിയാമോ? Deuteronomy chapter 7 verse 7 and 8. ഒരു നിമിഷം നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. Deuteronomy chapter 7 verse 7 and 8. സ്നേഹത്തിൽ അവൻ നമ്മളെ തെരഞ്ഞെടുത്തു, സ്നേഹത്തിൽ അവൻ നമ്മളെ മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ Deuteronomy 7 verse 7 and 8 പറയുന്നത് ഇതേ കാര്യം തന്നെയല്ലേ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ. Look at verse 7 and 8. The Lord did not set his affection on you and choose you because you were more numerous than other peoples, for you were the fewest of all people. ആ വാക്യം ശ്രദ്ധിച്ച 7-ാമത്തെ വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ട്, the Lord did not set his affection, the Lord did not set his love on you. സ്നേഹത്തിലാണ് അവൻ തെരഞ്ഞെടുത്തതെന്ന്. That will become more clear in verse 8.
but it was because the Lord loved you. ഇസ്രായേൽ മക്കളോട് പറയുക, അവന്റെ സ്നേഹമാണ്. ഇന്ന് നമ്മൾ പാടുന്നത് പോലെ നിത്യ സ്നേഹം ഓർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും? സ്നേഹമാണ് ഈ വിളി നമ്മുടെ മേൽ കൊണ്ടുവന്നത്. സന്തോഷം, ഹിസ് ഗുഡ് പ്ലഷർ ഇൻ ലവ് ഹി പ്രീഡെസ്റ്റിൻഡ് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ തന്നെ അതേ വാക്കുകൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 8ാമത്തെ വാക്യം ഒന്നുകൂടെ 7:8. But it was because the Lord loved you and kept the oath he swore to your ancestors that he brought you out with a mighty hand and redeemed you from the land of slavery, from the power of Pharaoh, the king of Egypt. Love. വിളിയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു കാണിക്കാൻ പോയി, എല്ലാരും ശ്രദ്ധിക്കണം. That's an important lesson. സ്നേഹത്തിൽ വിളിച്ചു, സ്നേഹത്തിൽ മുൻ നിയമിച്ചു എന്നുള്ളത് ശരിയാ. തന്റെ സന്തോഷത്തിൽ നമ്മളെ ദത്തെടുത്തു എന്നുള്ളത് ശരിയാ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ പോകുക, ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് ആരെങ്കിലും എഴുതുന്നെങ്കിൽ അതാണ് ആ 4, 5, 6 വാക്യത്തിന്റെ സത്തെന്നുള്ളത്. നമ്മളെ സ്നേഹത്തിൽ അവൻ മുൻ നിയമിച്ചു എന്നുള്ളത് ശരിയാ, സ്നേഹത്തിൽ വിളിച്ചു എന്നുള്ളത് ശരിയാ, സന്തോഷത്തിൽ ദത്തെടുത്തു, സ്നേഹത്തിൽ മുൻ നിയമിച്ചു, അവന്റെ സന്തോഷത്തിൽ നമ്മളെ ദത്തെടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ ആരെയാന്നറിയാമോ ദത്തെടുക്കുന്നത്? ആരെയാന്നറിയാമോ വിളിക്കുന്നത്? അതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ദൈവം കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിളിയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യം. ഈ ഡ്യൂട്ടോണമി 7:7-8 വളരെ ക്ലിയർ ആണത്. ദൈവം പറയാ, ഞാൻ നിങ്ങളുടെ മേൽ എന്റെ സ്നേഹം വെക്കാൻ കാര്യം, I did not set my affection on you and choose you. നിങ്ങള് because എന്താണെന്നറിയാമോ നിങ്ങളെ വിളിച്ചത്? Not because you were numerous than other people. മറ്റുള്ളവരെക്കാട്ടിൽ ആൾക്കാരിൽ എണ്ണം കൂടിയത് കൊണ്ടല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് കരബലമുള്ളത് കൊണ്ടല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് അംഗസംഖ്യ ഉള്ളത് കൊണ്ടല്ല വിളിച്ചത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടല്ല വിളിച്ചത്. കാഴ്ചയിൽ അതിമനോഹരവും ശ്രേഷ്ഠവുമായി ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കും, അങ്ങനെയുള്ളവരെ തപ്പിയല്ല വിളിച്ചത്. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ പറയുക, നോട്ട് ബിക്കോസ് യു were more numerous than other people, for you were the fewest of all people. എണ്ണത്തിൽ കൂടിയത് കൊണ്ടല്ല വിളിച്ചത്, സ്നേഹത്തിൽ വിളിച്ചത്. സ്നേഹത്തിൽ വിളിച്ചത് ആരെയാന്നറിയാമോ? എണ്ണത്തിൽ ചുരുങ്ങിയവരെ. പ്രിയ ദൈവമക്കളെ, ഇതേ യാഥാർത്ഥ്യം ന്യൂ കവനന്റിൽ മാറിയിട്ടില്ല. ഇന്നലെ നമ്മൾ മാറിയ പല കാര്യങ്ങളും ചിന്തിച്ചു. മാറിയത് പലകയിൽ എഴുതിയത് ഹൃദയത്തിൽ എഴുതുന്നു, മരണത്തിന്റെ ശുശ്രൂഷ ജീവന്റെ ശുശ്രൂഷയാകുന്നു, ടെമ്പററി ശുശ്രൂഷ ഇപ്പൊ പെർമനന്റ് ആണ്. ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് ജസ്റ്റ് കമ്മിങ് ആൻഡ് ഗോയിങ്, ഈസ് കമ്മിങ് ടു ഡ്വെൽ, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തുന്ന. ഇതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഈ ഒരു ഐഡിയ ഓഫ് ഇലക്ഷൻ ഓർ ചൂസിങ് മാറിയിട്ടില്ല. ദ ഐഡിയ ഇൻ ദ ഓൾഡ് കവനന്റ് ആൻഡ് ഐഡിയ ഇൻ ദ ന്യൂ കവനന്റ് സ്റ്റാൻഡ്സ് ദ സെയിം. ഡ്യൂട്ടോണമി 7:6 ഒരു പാരഫ്രൈസ് അല്ലേ 1 കൊരിന്ത്യൻസിൽ കിടക്കുന്നത്, ചാപ്റ്റർ 1. എല്ലാരും അവിടേക്കൊന്ന് തിരിക്കാമോ? അവൻ നമ്മളെ സ്നേഹത്തിൽ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ, അവൻ നമ്മളെ സ്നേഹത്തിൽ പ്രീഡെസ്റ്റിൻഡ് ചെയ്തെന്ന് പറയുമ്പോ, മുൻ നിയമിച്ചു എന്ന് പറയുമ്പോ, ആരെയാ മുൻ നിയമിച്ചത്? എന്ത് നോക്കിയാ മുൻ നിയമിച്ചത്? എന്ത് നോക്കിയാ തെരഞ്ഞെടുത്തത്? 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 26-27 വാക്യം കൊരിന്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ന് ടുഡേ ഹിയർ ആൻഡ് നൗ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേൾക്കേണ്ടതാ. നമ്മുടെ ആത്മീക മന്ദത മാറുവാൻ, നമ്മുടെ ഗ്രോത്തിന് ഉതകത്തക്കവണ്ണം ഈ വാക്യം പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. 1:26-27 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കൊരിന്തിലുള്ള ദൈവമക്കളോട് പറയുക, തിങ്ക് ഓഫ് വാട്ട് യു വേർ വെൻ യു വേർ കോൾഡ്. നിങ്ങളുടെ വിളിയെ ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾ ആരായിരുന്നു ദൈവം നിങ്ങളെ വിളിച്ചപ്പോ? Not many of you were wise by human standards. ആ വാക്ക് നിങ്ങൾ കണ്ടോ? ഈ ലോകത്തിന്റെ അഭിപ്രായത്തിൽ, അളവുകോലിൽ നിങ്ങളിൽ പലരും ജ്ഞാനികളല്ലായിരുന്നു. Not many were influential. സ്വാധീനമുള്ളവരല്ലായിരുന്നു. Not many of you were of noble birth.
കുടുംബശ്രേഷ്ഠത പറയാൻ നിങ്ങളിൽ പലർക്കും ഇല്ലായിരുന്നു. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇസ്രായേലിനോട് പറഞ്ഞു, ഐ ചോസ് യു ബിക്കോസ് യു വെർ ഫ്യൂവസ്റ്റ്. അംഗസംഖ്യയിൽ കുറവായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ എടുത്തത്, സ്നേഹത്തിൽ എടുത്തത്. നിങ്ങളെ കണ്ടപ്പോ സ്നേഹം തോന്നി, നിങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യാമെന്ന് തോന്നി, നിങ്ങളെ മാറ്റിമറിക്കാമെന്ന് തോന്നി. സ്നേഹത്തിൽ, എന്റെ സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ ദത്തെടുത്തതാ. ഇത് മാറിയിട്ടില്ല. പുതിയ നിയമത്തിലും പൗലോസ് പറയുന്നത്, നിങ്ങൾ വയസ്സല്ലായിരുന്നു പലരും അക്കോർഡിംഗ് ടു ഹ്യൂമൻ സ്റ്റാൻഡേർഡ്സ്. എന്തോ ഹ്യൂമൻ സ്റ്റാൻഡേർഡ്സിൽ വയസ്സിന്റെ ലക്ഷണം? മേ ബി ഒരു ഹൈ പ്രൊഫൈൽ എഡ്യൂക്കേഷൻ or high profile job, and the world will look at the person and say, wow, great man, you're so smart, you're so smart at the age of 35, you have accomplished all this. അതാണ് ലോകത്തിന്റെ ഗേജിങ്ങിൽ വയസ്സൊരാള്, എ സ്മാർട്ട് ഗായ്, ഒരു പ്രൊഡിജി, ഒരു ജീനിയസ്, somebody who excel, എല്ലായിടത്തും ഫസ്റ്റ് റാങ്ക്. പൗലോസ് പറയുന്നത്, കൊരിന്ത് സഭയിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ, നിങ്ങളിൽ എത്ര പേർക്കാ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഇവിടെ? നോട്ട് മെനി ഓഫ് യു വെയർ വൈസ് അക്കോർഡിംഗ് ടു ഹ്യൂമൻ സ്റ്റാൻഡേർഡ്സ്. എന്നിട്ട് എന്താ പറയുന്നത്? നോട്ട് മെനി വെയർ ഇൻഫ്ലുവൻഷ്യൽ. എന്ന് പറഞ്ഞാൽ ഇന്നല്ല ഇതെല്ലാം തുടങ്ങിയത്. ഇന്നിപ്പം സഭയ്ക്കകത്ത് ഒരു പ്രശ്നം വന്നാലും ഇമ്മീഡിയറ്റ്ലി എന്തോന്നറിയാമോ സഭയിലുള്ളവർ ചെയ്യുന്നത് തന്നെ? സഭയിലുള്ളവർ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ അവിടെ അത് ആപ്ലിക്കബിൾ അല്ലായിരിക്കാം. പക്ഷേ സിൻസ് we are all from the state of Kerala, the beautiful state, God's own country, we know what is happening there right now. സഭയിലെ മുഖ്യ കാര്യങ്ങൾ ചെയ്യുന്നതും ആരാന്നറിയാമോ? those who are influential. നമ്മൾ ഒരാളെ പിടിച്ച് സെക്രട്ടറി ആക്കും, അല്ലെങ്കിൽ ട്രഷറർ ആക്കും. You know on what basis? He has good political connection. He is very influential. ഇത് നോക്കിയാ നമ്മൾ ആൾക്കാരെ ആക്കുന്നത് തന്നെ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, if we run into some trouble, he will handle it. He is very influential. പൗലോസ് പറയാ, not many of you were wise according to human standards, not many of you were influential, not many of you were of noble birth. കുടുംബശ്രേഷ്ഠ പറയാനില്ല. എന്നിട്ട് 27ാമത്തെ വാക്യത്തിൽ എങ്ങനെയുള്ളവരെയാ ദൈവം തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ? എങ്ങനെയുള്ളവരെയാ സന്തോഷത്തോടെ ദത്തെടുത്തെന്നറിയാമോ? ഇന്നും വേണേ ദത്തെടുക്കും. ഓ, ഹി ഈസ് ഒരു 14-15 വയസ്സുള്ള ഒരാളെ കാണിച്ചു കൊടുത്ത ആരെങ്കിലും പറയാ, ഹി ഈസ് എക്സ്ട്രാ ഓർഡിനറി, he is amazing in the way he studies his talents, and ആൾക്കാർ ചിലപ്പോൾ thinking, yeah, he is good, I will adopt him. ദൈവം പറയാ, no, I did not choose you because you were large in number. I did not choose you because you are great, influential, affluent and all that. 26ാമത്തെ വാക്യത്തിൽ, God chose the foolish things of the world to shame the wise. ഒരു പദ്ധതിയുണ്ട്. ദൈവം തപ്പി ഫൂളിഷിനെ എടുത്തത് എന്താണെന്നറിയാമോ? To shame the wise. ദൈവത്തിന്റെ ജ്ഞാനത്തെ കാണിക്കാൻ. ദൈവത്തിന്റെ ജ്ഞാനം ശക്തിമാന്മാരിലൂടെ മാത്രമല്ല, ബലഹീനരെ എടുത്ത് ശക്തിമാന്മാരെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം. ഫൂളിഷ് ആൾക്കാരെ എടുത്ത് വൈസ് ആൾക്കാരെ ലജ്ജിപ്പിക്കുന്ന. ഇത് എഡ്യൂക്കേഷണൽ കാര്യം അല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ദൈവത്തിന്റെ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ പോഷന്മാരെ എല്ലാം ദൈവം തെരഞ്ഞെടുത്തിട്ട് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് കൈവച്ച് പ്രാർത്ഥിച്ച് നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവൻ ഫിസിക്സിനും കെമിസ്ട്രിക്കും 100-ൽ 100 വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ സാക്ഷ്യം പിന്നീട് പറയുന്നു, I was not at all good in studies, but by God's abundant grace now I am putting to shame the wise people in my class. This is some other gospel. I don't know of this gospel. ഇതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് to fulfill God's purpose on earth. ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിൽ നിവർത്തിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, ഐ ഡോണ്ട് നോ ഓഫ് ദിസ് ഗോസ്പൽ. ഞാൻ പറയുന്നത് പാസീവായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത്, in case if any of you are boasting about that, see, I was very weak, but now I am first എന്ന് പറഞ്ഞാൽ, പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് 10 more people will come in front of you who have no connection with Jesus, and they will say bigger testimony than you. എന്റെ എവിടെയോ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്.
ഏതോ എൻ്റെ ഒരു സെർമൺ തുടങ്ങാൻ വേണ്ടി, ഒരു യൂത്ത്സിനോടുള്ള ബന്ധം തുടങ്ങാൻ വേണ്ടി ഉള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടെസ്റ്റ് മണി ഞാൻ അവരോട് പറഞ്ഞു ചെയ്താ, ഇമാജിൻ ടെസ്റ്റ് മണി ടൈം. Somebody is getting up in your church and saying, I was born and then I was left. My parents left me, abandoned me. I was adopted child. I struggled all throughout my life. എന്നിട്ട് I was adopted and then I was thrown out of my college. ഇത്രയും ഞാൻ പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഒരു ധ്വനി അതിന് വന്നില്ലേ? എന്തോ ഒരു നല്ല ടെസ്റ്റ് മണി. എല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കുമായിരിക്കും, ആരാ ഈ പറയുന്നേ? I was born and then I was adopted. I really struggled and I was put out of the college. എന്നിട്ട് പിന്നെയും പറയും, കഴിക്കാൻ പോലും എനിക്ക് ചിലപ്പോൾ പൈസ ഇല്ലായിരുന്നു. I ran into a place where they gave free food to fill my stomach once in a while. But now I am the CEO of Apple company. എന്തോ ചെയ്യും? അവിടെ നമ്മുടെ ടെസ്റ്റ് മണി എവിടെ പോവും? എന്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് മണി ആവിയായി പോവും. ആവി. സ്റ്റീവ് ജോബ്സിന്റെ ടെസ്റ്റ് മണി, അതിനോട് കൂടെ അങ്ങനെയുള്ളവരുടെ, ഇന്ത്യയിലാണെങ്കിൽ മുകേഷ് അംബാനിയുടെ ടെസ്റ്റ് മണി, എഴുന്നേറ്റ് ഇന്ന് എന്റെ ഫാദർ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. We never thought our God can give us all this. അപ്പൊ നമ്മുടെ ടെസ്റ്റ് മണി പോലെ തോന്നുന്നല്ലോ. എല്ലാവരുടെ തിരിഞ്ഞു നോക്കുക. Wow, go ahead, പറ ടെസ്റ്റ് മണി ഒന്ന് പറ. Was it a small business that your dad started? Ambani parayum, yes, very small. We never thought. We had debts in the beginning. എന്നിട്ട് പറയാ, but now my God gave me money, wealth. ഇപ്പൊ ഞാൻ സാറിന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, do you have any clue how many cars Ambani has? അപ്പൊ പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ആൾക്കാരുടെ വൈൽഡസ്റ്റ് ഗസ് എന്ന് പറഞ്ഞാൽ 50 കാർസ്. ചെല്ലു പറഞ്ഞിട്ടുണ്ട് 100 കാർസ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആർക്കും മനസ്സിലാകാം. അംബാനിയുടെ കാർ പാർക്കിംഗ് 3 സ്റ്റോറി ബിൽഡിംഗ്, അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അറൌണ്ട് 350 കാർസ്. നമ്മുടെ ചർച്ചിന്റെ നടുക്കോട്ട് എഴുന്നേറ്റ് നിന്ന്, I had a very small business passed on to me by my dad. My dad started everything in low profile, but my God gave me all this. എന്ന് പറഞ്ഞാൽ where will our testimony go? Where will our testimony of I had nothing but God gave me? God gave me what? God gave me 2 cars when he has 350 cars. Then my God seems to be very powerless. കേട്ടോ, ഇതാ യേശു തന്നതിന്റെ ഏറ്റവും വലിയ കാര്യമെങ്കിൽ, അയ്യോ വണ്ടിക്കായി സ്തോത്രം ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? അല്ല, give thanks to God. But that is not your boasting. That is not your biggest testimony. When you get up in the presence of God, that is not the biggest thing that you boast about. I came without anything. I didn't know where my next meal come from, but my God's grace, now I am supporting 10 missionaries. This is not the boast. Thank the Lord for the resources, but this is not what you are supposed to boast about. If you boast about these things, that is a shame. Let me tell you that also. കാരണം ഈ ലോകത്തിലുള്ളവർക്ക് ഇതിനെക്കാട്ടിൽ അപ്പുറമായി പുകഴുവാനുണ്ട്. 27 God chose the foolish things to shame the wise. God chose the weak things of the world to shame the strong. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് ഇന്ന് പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണ് മങ്ങിപ്പോയ കാഴ്ചയുണ്ടല്ലോ, ഇമ്മച്വേർഡ് സാക്ഷ്യമുണ്ടല്ലോ, ഉറങ്ങിപ്പോയവന്റെ സാക്ഷ്യം ഉണ്ടല്ലോ, ഇത് തന്നെ കൊരിന്താൾക്കാർ പറയാൻ തുടങ്ങി. You look at chapter 4 and verse 10. 1 കൊരിന്ത്യർ 4:10 നോക്ക്. നമ്മളെ വിളിച്ചത് എന്തുകൊണ്ടാ? വിളിച്ചത് സ്നേഹത്തിൽ വിളിച്ചത് ബലവാന്മാരായതുകൊണ്ടല്ല, ബലഹീനരായതുകൊണ്ടാ. ബലമുള്ളതിനെ വിളിച്ചിട്ടില്ലേ അങ്കിളെ, പാസ്റ്ററെ, ബ്രദറെ? ബലമുള്ളതിനെ വിളിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ ബലമുള്ളതിനെ വിളിച്ചത്? ജ്ഞാനികൾ ഏറെ ഇല്ല എന്ന് പറഞ്ഞപ്പോ കുറച്ച് ജ്ഞാനികൾ ഉണ്ടല്ലോ, യെസ് വിളിച്ചു. കുറച്ച് ജ്ഞാനികളെ വിളിച്ചു, കുറച്ച് ബലവാന്മാരെ വിളിച്ചു. ഈ ജ്ഞാനികളെ വിളിച്ചവരെ എന്തോ ചെയ്തെന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ ദൈവം അവരെ പഠിപ്പിക്കാൻ പോകുന്നത്, ഡോണ്ട് ട്രസ്റ്റ് ഓൺ യുവർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഡോണ്ട് ബോസ്റ്റ് അബൌട്ട് ദാറ്റ്. ഇങ്ങനെ ഒരാൾ പറയുന്നത്, everybody whom God used
in the history of the church and in the history throughout, they had a stamp at the back. എന്താണെന്നറിയാം അവരുടെ പുറകിൽ ഉണ്ടായിരുന്ന സ്റ്റാമ്പ്? യു ആർ നത്തിങ്, ഐ ആം നത്തിങ് എന്നുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരെ എടുക്കത്തില്ല എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരെ എടുക്കും. ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരോട് ദൈവം എന്തോ പറയുമെന്ന് അറിയാമോ? പുറകിൽ ഒരു സ്റ്റാമ്പ്. അവരതുകൊണ്ടാണ് നടക്കുന്നത്. ഐ ആം നത്തിങ്, ഓൺലി ഇഫ് ഗോഡ് ഗിവ്സ് മീ ഐ ഹാവ് ഇറ്റ്. എനിക്ക് എന്തെങ്കിലും ഭൗതിക നന്മ തരുന്നതല്ല, ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ്. ഐ ആം നത്തിങ്. മൈ ഇൻഫ്ലുവൻസ്, മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇസ് നത്തിങ്. ഞാന് വളരെ ബഹുമാനിക്കുന്ന ഒരു പ്രസംഗകൻ, ആ പ്രസംഗൻ, ഐ വാസ് ഓൾവേസ് ഇംപ്രസ്ഡ് ബൈ ദ വേ ഹി സ്റ്റാർട്ട്സ് ഹിസ് സെർമൺ. അത്യാവശ്യം നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെയുള്ള ആളാണ്. ബട്ട് ഹി സ്റ്റാർട്ട്സ് ഹിസ് സെർമൺ ഓൾമോസ്റ്റ് എവറി അതർ ടൈം ലൈക്ക് ദിസ്. കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയില്ല. When I hear that, that person has truly understood the greatness of God's call. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു കാര്യം പറയാറുണ്ട്: God doesn't call the qualified. He qualifies whom he calls. Most often he calls the weak, the vulnerable, the broken. In case if he chooses the strong or influential or the wise, God will make sure that that person will come to a point where he says, I cannot do it. The biggest example is Moses here. He thought he can do it. Moses thought he can accomplish great things. But there was a point in his life in Exodus 3 where he says, Lord, would you choose some other people? I am not able. ദൈവം നിങ്ങളിൽ ചിലരോട് ഒരു ദൂതായി, എന്റെ മനസ്സിൽ പ്രത്യേകമായ ഒരു അങ്ഷൻ വരുന്നു നിങ്ങളോട് പറയുവാൻ. Some of you must have thought that God can never use you because you have no capacity for that. Some of you must have thought that you cannot stand behind a pulpit never ever in your life because you shiver, you tremble, you cannot speak looking at the people. You are very shy, you are afraid of the stage. എന്നെ കേൾക്കുന്നവരിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക. സ്നേഹത്തിൽ അവൻ വിളിച്ചിരിക്കുന്നു, അവന്റെ സന്തോഷത്തിൽ അവൻ ദത്തെടുത്തിരിക്കുന്നു. എന്തിനെന്നറിയാമോ? നോട്ട് ടു ഷോ യുവർ പവർ, ടു ഷോ ഹിസ് പവർ ത്രൂ യുവർ ലൈഫ്. ഇത് പറയുമ്പോ 1 Corinthians 4:10 വായിക്കും. പക്ഷെ അതിനു മുമ്പ് I want to just quickly say my testimony also here. Around 15 years back, I committed my life for full-time ministry. ഈ പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്കായി ആവേശത്തോടെ സമർപ്പിച്ച് I came to SABC in 2007. 2007 ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. എല്ലാ ബൈബിൾ കോളേജിലും ഉണ്ട്. എല്ലാ വീക്കെൻഡ്സിലും you are supposed to go and preach or teach or do something, Sunday school or music or something, and you are going to be evaluated. From first week onwards, there is a router kept. What did you do? And the pastor will sign. The college will evaluate. Okay, Joe is progressing. Joe is doing well. The pastor in the local church is having good opinion about Joe. ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. മിനിസ്ട്രി ഇന്റേൺഷിപ്പ് ഓർ മിനിസ്ട്രി ഫോർമേഷൻ ഷീറ്റ് ഉണ്ട്. I was sent to a church in Bangalore 2007, 13 years back. അവിടെ ഫസ്റ്റ് വീക്ക് ചെന്നപ്പോ the pastor asked me, so what is your gift? എന്തോ, what is your talent? I was frozen there in the stage. ഞാൻ പാസ്റ്ററെ നോക്കിയിരിക്കുക. Pastor പിന്നെയും he repeated the question, so do you preach? ഞാൻ പറഞ്ഞു, pastor, I'm not sure, I have never preached in my life. അപ്പൊ ചോദിച്ചു പിന്നെയും, do you sing? ഞാൻ പറഞ്ഞു, pastor, I'm not sure because I have not sang. Do you play instruments? You play keyboard or guitar? ഞാൻ പറഞ്ഞു, pastor, the only instrument that I know is ചെണ്ട, ഡ്രം, തമ്പേർ അടിക്കാൻ അറിയാം. അയിരൂരിലും പറക്കോടിലും കുമ്പനാടും 10-12 വർഷം പാസ്റ്ററുടെ മോൻ എന്ന നിലയിൽ തമ്പേർ അടിക്കാൻ എനിക്കറിയാം, നല്ല വൃത്തിക്ക് അടിക്കാൻ അറിയാം. I don't know keyboard, I don't know guitar, I don't know drums. I had decided to learn drums, but in our village back then, ഞാൻ വളർന്നു വന്നപ്പോ, in our church we never had drums, we never had keyboard. I had no opportunity as such.
Pastor was shocked. ജോ ഒരു പാസ്റ്ററുടെ മോനെന്നല്ലേ പറഞ്ഞേ? You don't know how to lead worship. You don't know how to preach. You don't know any instruments. പാസ്റ്ററിന്റെ മുഖത്തുള്ള ആ സർപ്രൈസ് ഞാൻ കണ്ടു. എന്നിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, doesn't matter. You are going to preach next week. Butterfly in stomach. ആ സമയം കേട്ടപ്പോൾ മുതൽ ഒരു അസ്വസ്ഥത. I still remember that Sunday ബസ് കയറി തിരിച്ച് SABC കോളേജിലേക്ക് വന്നപ്പോ I was scared from that Sunday, preparing for the next Sunday. Monday മുതൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. I couldn't care less for classes or assignments. I was into preparing. Oh, I want to preach first time. How will I stand? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, my first message was from Revelation chapter 3. Revelation 3-ൽ നിന്ന് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കിയ പ്രസംഗിക്കാൻ തയ്യാറായി. I prepared. ശനിയാഴ്ച വരെ പ്രിപ്പയർ ചെയ്തു. നോട്ട്സ് എല്ലാം നല്ലവണ്ണം എഴുതി. അടുത്ത സൺഡേയിൽ അവിടെ ചെന്നു. പാസ്റ്റർ പറഞ്ഞു, now our first year student from SABC, Joe, is going to minister God's word. ഞാൻ ആ പുൾപിറ്റിൽ പോയി നിന്നത് എനിക്കറിയാം. You won't believe, but before God, the witness of what happened in my life, I completely forgot what was the text that I prepared for 1 week. I didn't know. അവിടെ നിന്ന സമയത്ത് I went blank, literally blank. Around 200-250 people are in front of me. I don't know what I prepared for 1 week. Was that from Old Testament? Was that from New Testament? I completely went blank. I had to look down. എന്തോ ഞാൻ പ്രിപ്പയർ ചെയ്ത്. Now Revelations 3. Around 20 minutes or so was given to me. In 7 minutes or maximum 10 minutes, I was done. ആ പാസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. Joe, some of the people in the church are asking, why are we having this person in our church every week? കാരണം അവര് എല്ലാ വീക്കിലും there is an agreement between the college and the church that whoever comes there, ആ സ്റ്റുഡന്റിന് 100 rupees കൊടുക്കും എല്ലാ വീക്കിലും to come. കമ്മ്യൂട്ടിങ്ങിന്റെ എക്സ്പെൻസാ ബേസിക്കലി that one. അന്ന് ഒരു മീൽ വെളി കഴിക്കണമെങ്കിലും 20-30 രൂപയാകത്തുള്ളൂ. 13 years back in Bangalore, 100 rupees. പാസ്റ്റർ എന്നോട് പറഞ്ഞ്, some of the people are asking, why do we give 100 rupees to this man? He is of no use. പ്രിയതമകളെ, എന്റെ ഈ പുറകിൽ there was a big stamp that day. You are nothing. God cannot use you. That was the stamp by people. You are nothing. I came back to the college. SABC തിരിച്ചു വന്നു. ഞാൻ മൺഡേയിൽ തന്നെ I went to the ministry office. അങ്ങനെ ഒരു ഓഫീസ് ഉണ്ട് ഇവിടെ, മിനിസ്ട്രി ഓഫീസ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, I need to change my ministry place. അവിടെ ഇരുന്നയാൾ എന്നെ നോക്കി ചോദിച്ചു, you cannot choose your ministry. You have to go where we assign you. This is part of your training. ഞാൻ പറഞ്ഞു, സാറേ, this is not about I need change. The church that I am going to, they don't need me. Please put me in other place. അവിടുന്ന് പാസ്റ്റർ പറഞ്ഞു, ആ മിനിസ്ട്രി ഓഫീസിൽ ഇരുന്ന പാസ്റ്റർ പറഞ്ഞു, ജോ, sorry, I thought you want a change. Don't worry, we will put you in other place. അവരെന്നെ ഒരു കൊച്ചു ചർച്ചിൽ വിട്ടു. Around maximum 20 people will be there. That is where I started to preach, pray, whatever in public. പ്രിയതമകളെ, you know, rest is history. To cut the long story short, today I am sitting in that office, in the ministry office of Southern Asia Bible College. I have gone to that church numerous times to minister God's word within this short span of 13 years of my ministry. എന്തിനാ ഞാൻ ഇത് പറഞ്ഞാൽ, not to project myself, that is the least thing that I want to accomplish here. But if this is an encouragement for any of you, God is in a business of choosing nobodies.
നോബഡീസ്. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് വേണം ഒരു കൂട്ടം ആൾക്കാരെ who have the stamp at the back. Nothing. I am not like them. I am not like them. Of late, എനിക്ക് തോന്നുന്നു it was around 8 months back, ഞാൻ കേരളത്തിൽ പോയ സമയത്ത് I heard, I think my dad or somebody, I think my dad told me, house visiting-നായി വീടുകൾ ചെന്നപ്പോ one of these days ആ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ ഗൃഹനാഥൻ എന്റെ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്റ്ററുടെ മോനാന്ന് പറഞ്ഞിട്ട് ഇവന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലല്ലോ, പബ്ലിക്കായിട്ട് ഒന്നും ചെയ്യാൻ അറിയാത്ത, മനുഷ്യരെ നോക്കുമ്പോ കൈകൾ വിറയ്ക്കുന്ന, ബൈബിള് കയ്യിൽ പിടിക്കാൻ പോലും ശക്തിയില്ലാത്ത എന്ന് പറഞ്ഞാൽ ലിറ്ററലി I used to shiver. If you put me before people, I used to shiver. I cannot stand. I cannot look at people. ഈ വ്യക്തിയെ I know what I am saying from Ephesians 1:4-5-6. സ്നേഹത്തിൽ അവൻ എന്നെ തെരഞ്ഞെടുത്തു, സന്തോഷത്തിൽ അവൻ എന്നെ മുൻ നിയമിച്ചു, എന്നെ ദത്തെടുത്തു. Not because he was compelled to do. It was his pleasure. ദൈവത്തിന്റെ വലിയ pleasure to have Joe in God's team on earth. ഈ ലോകത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾക്കായി വീക്കായ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ the same God is calling you today. ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. Come out of that mortal slumber. ഉറക്കത്തിൽ നിന്ന് വെളിയുക, immature understanding നിന്ന് വെളിയുക. Let us glorify God through our life, through our holy life. ഇത്രമേൽ നമ്മളെ സ്നേഹിപ്പാൻ നാം എന്തുള്ളൂ യേശുപര. ഇത്ര നന്മകൾ നമ്മുടെ മേൽ ചൊരിയുവാൻ നമ്മൾ എന്തുണ്ട് ദൈവത്തിന് മുമ്പാകെ. കൊരിന്ത് ആൾക്കാർക്ക് പറ്റിയത് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. 1 Corinthians 4:10 ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണ് ഇവർക്ക് പറ്റിയത്. ദൈവം ഇവരെ തെരഞ്ഞെടുത്തത് വീക്ക് ആയതുകൊണ്ടും പുവർ ആയതുകൊണ്ടും ഒക്കെയാ. വലുതായി കൂടിയ പണമുള്ളവരെ തെരഞ്ഞെടുത്തില്ല. പക്ഷെ now what is their testimony? ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോ 1 Corinthians 4:10 പറയാ, പൗലോസ് പറയാ, we are fools for Christ, but you are wise in Christ. You are wise in Christ എന്ന് പൗലോസ് പറയാ. ആരായിരുന്നു ഇവർ? They were fools. Fools have become wise. എന്നിട്ട് പൗലോസ് പറയാ, we are weak. Apostles are weak. We are still weak. But you are strong. ആരായി? ബലഹീനരുടെ എല്ലാം സാക്ഷ്യം ഇന്ന് എന്താണെന്നറിയാമോ? ബലവാനായി. ഒന്നും ഇല്ലാത്തവരുടെ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഇന്ന് എല്ലാം ഉണ്ട്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, you are honored. നിങ്ങൾ മാനിക്കപ്പെട്ടവർ. You know who we are? We are dishonored. What is your testimony today? Is your testimony, when God has chosen me, I was nothing, now I have everything? എന്തോ everything എന്ന് ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? Material abundance. If that is our testimony, then something is seriously wrong with us. നമ്മൾ കാണേണ്ട പോലെ കാണുന്നില്ല, അതുകൊണ്ടാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ അങ്ങനെ ആകുന്നത്. If your testimony is, I was nothing, but now God is accomplishing his plan, that is not my ability, that is his way. ഒരു മനോഹരമായ പാട്ടിന്റെ വരികളുണ്ട്, നിന്നിഷ്ടം ദേവ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ. അതിന്റെ ഇംഗ്ലീഷ് വരികളും ഉണ്ടല്ലോ, ബ്രേക്ക് മീ ആൻഡ് മോൾഡ് മീ ആഫ്റ്റർ മൈ വിൽ. ആ ഗാനത്തിന്റെ വരികൾ നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുക. ആഫ്റ്റർ മൈ വിൽ, while I am waiting, eager and still, have thine own way, Lord, have thine own way. നമ്മുടെ പുകഴ്ച എന്നുള്ളത് ലോകത്തിൽ എന്തെങ്കിലും അക്കംപ്ലിഷ് ചെയ്ത പുകഴ്ചയല്ല. നമ്മുടെ പുകഴ്ച എന്നുള്ളത്, ലോർഡ് ഐ ബോസ്റ്റ് ഇൻ ദ ക്രോസ്
and I boast in what you are doing in me. എന്നിൽ ദൈവം ചെയ്യുന്ന ആത്മീക പ്രവർത്തികൾ, ദൈവരാജ്യത്തിനായി എന്നെ ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ, that is what I am happy about. Lord, you were not compelled to choose me. You chose me out of your pleasure, out of your joy. You adopted me to your family. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting eager and still. നിന്നിഷ്ടം ദേവ ആയിരട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ക്വയർ നമ്മളെ ഗാനത്തിൽ നയിക്കുന്നതായിരിക്കും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.